അപ്പൊ കുഞ്ഞാൻ പാണ്ടിക്കാടിന്റെ ലക്കി ഡ്രോ തട്ടിപ്പ്. രണ്ടാം സമ്മാനമായിട്ടുള്ള ജിമ്മി കാർ കിട്ടിയിട്ടുള്ളത് സംഘാടകന്റെ അളിയന്. മൂന്നാം സമ്മാനമായിട്ടുള്ള ബുള്ളറ്റോ സംഘാടകന്റെ കൂട്ടുകാരന് തന്നെ. അതും വ്യാജ പേരിലാണ് അവന് കൊടുത്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായിട്ടുള്ള വീട് സാപ്പിയ വയനാട് കൊണ്ടുപോയി. ഈ ഒന്നാം സമ്മാനം അടിച്ച സാപ്പിയ ആരാണ്? ഈ നറുക്കെടുപ്പിലൂടെ കൊടുക്കുന്ന വീടിന്റെ ഓണർ ആയിട്ടുള്ള നാസർ ഖാന്റെ മകന്റെ സുഹൃത്താണ് ഈ പറയുന്ന സാപ്പി വയനാട്. ഇതേ സാപ്പി തന്നെ ഒന്നാം സമ്മാനം അടിച്ചതിന് ശേഷം നാസർ ഖാനെ വന്ന് കാണുന്ന ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ സാപ്പി നാസർ ഖാനോട് പറയുന്ന ഒരു കാര്യം ഇപ്പൊ വൻ രീതിയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് കേട്ടു. നമുക്കിപ്പോ കാരണം വെച്ചാൽ ഇപ്പൊ നമ്മള് വിചാരിച്ച സംഭവം അല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം വെച്ചാല് ഒരു സഹായം ചെയ്യണം അങ്ങനെ വിചാരിച്ചെടുത്താണ് നമ്മൾക്ക് പോകുന്നത്. എന്തായാലും എന്തായാലും പറയുമ്പോൾ കുറച്ച് നമുക്ക് തന്നെ സംഭവം തരണം. പിന്നെ വെച്ചാൽ നമ്മളിപ്പോ എന്താ വെച്ചാൽ ഇവിടെ വന്ന് നിൽക്കാനോ ഒന്നും നമ്മൾ പോകില്ല. കാരണം വെച്ചാൽ നമുക്കിപ്പോ നാട്ടില് വീടും കാര്യങ്ങളും ഉണ്ട്, ബിസിനസ്സും കാര്യങ്ങളൊക്കെ നാട്ടിലാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് എന്താ വെച്ചാൽ വീട്ടിൽ വന്ന് നിൽക്കേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. പിന്നെ നമുക്ക് നിങ്ങളെ സഹായിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ ഉദ്ദേശിച്ച് ചെയ്ത പരിപാടിയാണ്. ശരി, നിങ്ങളെ സഹായിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാന്ന് ഉദ്ദേശിച്ച് ചെയ്ത പരിപാടിയാണ് അല്ലേ? നമ്മൾ പിന്നെ എന്തായാലും ഇപ്പൊ വീട്ടിൽ വന്ന് നിൽക്കാനൊന്നും പോണില്ല. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആയിക്കോട്ടെ അല്ലേ? ഇതുകൊണ്ട് എന്താണോ സാപ്പി ഉദ്ദേശിച്ചത്? ഈ ഒന്നാം സമ്മാനമായി കിട്ടിയ വീട് നാസർ ഖാക്ക് തന്നെ തിരിച്ചു കൊടുക്കാന്നുള്ളത് എന്റെ ഉദ്ദേശിച്ചത്. അങ്ങനെ ആവണമല്ലോ ഈ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം. ഈ നാസർ ഖാന്റെ ഒരു ഭാഗ്യം നോക്കണം നിങ്ങൾ. ഓൾറെഡി നറുക്കെടുപ്പിന്റെ പേരും പറഞ്ഞു, കൂപ്പൺ വിറ്റ ഭാഗ്യയില് ഒരു 20 ലക്ഷത്തോളം രൂപ ഇവര് പോക്കറ്റിലാക്കി കഴിഞ്ഞു. അതിന് പിന്നാലെ ഇപ്പത്തെ നറുക്കെടുപ്പിലൂടെ വിറ്റ വീട് ഇപ്പൊ തിരിച്ചു കിട്ടുന്നു. നിങ്ങളെ പോലൊക്കെ ആയാ മതി നാസർ ഖാൻ. ഇങ്ങനെയൊക്കെ വിറ്റ വീട് തിരിച്ചു കിട്ടാനും ആണ് ഒരു യോഗം. ഇനിയിപ്പോ വീട് തിരിച്ചു കിട്ടിയ സ്ഥിതിക്ക് ഒരു നറുക്കെടുപ്പും കൂടി നടത്തല്ലേ നാസർ ഖാൻ? നിങ്ങളത് നടത്തണമെന്നാണ് എന്റെ അഭിപ്രായം. അല്ലെങ്കിൽ ആ നാസർ ഖാൻ എന്നുള്ള മനുഷ്യനെ നിങ്ങളൊന്ന് നോക്കി, ആ മുഖത്തേക്ക് നിങ്ങളൊന്ന് നോക്കി, തൊപ്പിക്കെട്ട് എന്തൊരു ഈമാനുള്ള മനുഷ്യനില്ലേ? ആരായാലും കണ്ടാ പറഞ്ഞ 5 നേരം സ്കരിക്കുന്ന മനുഷ്യനാണ്. ഈ തൊപ്പിയും വെച്ചിട്ടാണ് ഈ മനുഷ്യന്റെ സകല ഉടായ്പും കാണിച്ചു കൂട്ടുന്നത്. നാളെ ഈ തൊപ്പിയും വെച്ചിട്ട് ഇമാതിരി ഒരു ഉടായ്പത്തിനും കാണിച്ചു കൂട്ടാൻ ഒന്നും വേണ്ടി പഠിച്ചോ കാണുന്നുള്ളൊരു പേടി പോലും ഇല്ല ഇങ്ങൾക്ക്. എവിടെ കഴിഞ്ഞില്ലേ കേട്ടോ? ഇനി രണ്ടാം സമ്മാനമായിട്ടുള്ള ജിമ്മി കാർ. ഈ ജിമ്മി കാറിന് വേണ്ടി നറുക്കെടുത്തത് നമ്മുടെ നാസർ ഖാൻ തന്നെയാണ്. ഒന്നാം സമ്മാനമായിട്ടുള്ള വീടിന്റെ നറുക്കെടുത്തത് നമ്മുടെ കുഞ്ഞാൻ പാണ്ടിക്കാടാണ്. ഈ കുഞ്ഞാൻ പാണ്ടിക്കാട് എങ്ങനെയാണ് നറുക്കെടുത്തത് അതിന്റെ എക്സാക്ട് കോപ്പി പോലെയാണ് നാസർ ഖാൻ രണ്ടാം സമ്മാനത്തിന്റെ നറുക്കെടുത്തത്. അത് നമ്മളന്ന് മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചതാണ്. താഴെ ചെന്ന് ഇങ്ങനെ കുറെ തപ്പി തടഞ്ഞാണ് നാസർ ഖാൻ നറുക്കെടുക്കുന്നത്. ഇനി കാണാത്തവരുണ്ടെങ്കിൽ അതൊന്നും കൂടി ഒന്ന് കണ്ടു. ജിമ്മി ജിമ്മിയാണ് ജാസിർ ബാംഗ്ലൂർ. എന്താണ് നാസർക്ക് ഒരു തപ്പിത്തടിയല്? കുഞ്ഞാമ്പാണിക്കാട് ഇത്ര സമയം എടുത്തില്ല അല്ലെ? ഇത് കുഞ്ഞാമ്പാണിക്കാടിനെക്കാളും കുറച്ചധികം സമയം എടുത്ത് നാസർക്ക്. ആ താഴൊട്ടിച്ച് വെച്ച പേപ്പർ കണ്ടുപിടിക്കണ്ടേ? കുഞ്ഞാന്റെ അത്ര ആവതില്ലാത്തൊരു മനുഷ്യനല്ലേ, അപ്പൊ കുറച്ച് സമയം എടുത്തെന്നൊക്കെ വരും അല്ലെ നാസർക്ക? എന്തായാലും ജാസിദ് ബാംഗ്ലൂരിനാണ് രണ്ടാം സമ്മാനമായിട്ടുള്ള ജിമ്മി അടിച്ചിട്ടുള്ളത് അല്ലെ? ഇനി ഇവിടെയുള്ള ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് അറിയും? ഈ ജാസിദ് ബാംഗ്ലൂർ ആരാണെന്ന് അറിയും? ആ ബാക്കിൽ കൈയും കെട്ടി നിൽക്കുന്ന മനുഷ്യനില്ലേ, അവന്റെ അളിയനാണ് ഈ പറയുന്ന ജാസിദ് ബാംഗ്ലൂർ. ഞാനിത് ചുമ്മാ പറഞ്ഞുണ്ടാക്കിയല്ലേ കേട്ടോ. ഹൈദർ മധൂർ എന്ന് പറഞ്ഞ വ്യക്തി ഈ പറയുന്ന ജാസിദ് ബാംഗ്ലൂരിനെ നമ്പർ ഒപ്പിച്ചിട്ട് അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവര് തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണം പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തായാലും ഒന്ന് കേട്ടു. ഹലോ, ഓ ആരാണ്? ഞാൻ ഹൈദറാണ്. ഹൈദർ കാസർഗോഡ് നിന്നാണ്. ജാസിർ എവിടെ സ്ഥലം? ഞാൻ മാനന്തവാടി. ചേറ്റപ്പാലത്താണോ? അതെ അതെ. അത് ശരി, മാനന്തവാടിക്കാനാണല്ലേ? എന്നിട്ട് കൂപ്പള് കൊടുത്ത എന്താണ്? ജാസിർ ബാംഗ്ലൂരിൽ നിന്നാണല്ലേ? അല്ല, ഈ മാനന്തവാടി എന്ന് പറയുമ്പോൾ വയനാടിന്റെ സ്ഥലം. ഈ ഒന്നാം സമ്മാനം അടിച്ച സാപ്പിന്റെ നാടും വയനാട് തന്നെയാണ്. മാനന്തവാടിക്ക് അടുത്ത് തന്നെയാണ് അവന്റെ സ്ഥലവും പറഞ്ഞത്. ചേട്ടാ, ഇത് വല്ലാത്തൊരു കോയിൻസിഡൻസ് ആയി പോയല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കേരളത്തിന്റെ നാനാ ഭാഗത്തു നിന്നും 1000 രൂപ കൊടുത്ത് ഒരുപാട് ആളുകൾ ഈ കൂപ്പൺ വാങ്ങി കിട്ടും. ഒന്നാം സമ്മാനം വയനാടിന് തന്നെ, രണ്ടാം സമ്മാനം വയനാടിന് തന്നെ, അത് മാനന്തവാടിക്ക്. ഈ വയനാടിന്റെ ഒരു ഭാഗ്യം നോക്കണം നിങ്ങൾ. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലൊരു ഡൗട്ട് ഉണ്ടാവും അല്ലേ? ഇപ്പൊ മാനന്തവാടിക്കാരനായിട്ടും എന്തുകൊണ്ട് കൂപ്പള്ളി ജാസിർ ബാംഗ്ലൂർ എന്ന് കൊടുത്ത്? അതിന് ഇവൻ തന്നെ മറുപടി പറയുന്നുണ്ട്. മുട്ടൻ കോമഡിയാണ് മക്കളെ, ഒന്ന് കേട്ടോക്കാം. രണ്ടാം സമ്മാനം ജിമ്മി അടിച്ചതാണോ? അതെ അതെ. ബാംഗ്ലൂർ ജോലി ഉണ്ടോ? അല്ല, അത് 2 കൂപ്പൺ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അവിടെ കട ഉണ്ടായിരുന്നു. കട ഉണ്ടായിരുന്നോ? ആ. എവിടെ? BTM ലേഔട്ട്. അതെയാ.
അതെ, ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലെ. ബാംഗ്ലൂർ ഒരു കട ഇട്ടതുകൊണ്ടാണ് നമ്മൾ ജാസിർ ബാംഗ്ലൂരിൽ നിന്ന് കൊടുത്തത്, അല്ലാണ്ട് ആൾക്കാർക്ക് സംശയം തോന്നുന്നതുകൊണ്ടല്ല. 2 കൂപ്പൺ കൊടുത്തെന്നാണ് മൂപ്പര് പറയുന്നത്. ഒന്ന് ജാസിർ മാനന്തവാടിയിൽ നിന്നും കൊടുത്ത്, ഒന്ന് ജാസിർ ബാംഗ്ലൂരിൽ നിന്ന് കൊടുത്ത്. പക്ഷെ 2ാം സമ്മാനം അടിച്ച കൂപ്പൺ ജാസിർ ബാംഗ്ലൂരിനാണ്. അല്ല, അതിന്റെ പിന്നിലും ഒരു കളിയുണ്ട്. ഇപ്പൊ അടിച്ച കൂപ്പണിന്റെ പേര് ജാസിർ മാനന്തവാടി ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് സംശയം വരുമല്ലോ. 1ാം സമ്മാനവും മാനന്തവാടിക്ക്, 2ാം സമ്മാനവും മാനന്തവാടിക്ക്. ആ ഒരു സംശയം ആർക്കും വേണ്ട. അപ്പൊ ബാംഗ്ലൂർ ഒരു ചായക്കട നടത്തി എന്നുള്ള പേരിൽ ജാസിർ ബാംഗ്ലൂർ എന്നുള്ള പേരിൽ ഒരു കൂപ്പൺ അങ്ങ് കിടന്നോട്ടെ അല്ലെ. എന്താ അവന്റെ ഒരു ബുദ്ധി. ഇതിനൊക്കെ സംഘാടകരെ സമ്മതിക്കണം കേട്ടോ. ഭയങ്കര പ്ലാനിങ്ങോട് കൂടിയാണ് ഇവർ ഈ നറുക്കെടുപ്പ് നടത്തിയിട്ടുള്ളത്. ബാക്കി കണ്ടോക്കാം. ഹലോ ഹലോ, ആ പറഞ്ഞോ. അതുകൊണ്ടാണ് ബാംഗ്ലൂരിൽ കൊടുത്തത്. അതെ, 2 കൂപ്പൺ എടുത്തു. ഒന്ന് മാനന്തവാടി, ഒന്ന് ബാംഗ്ലൂർ, 2 കൊടുത്തു. എന്നിട്ടിപ്പോ ജിമ്മി കിട്ടിയോ? ഇല്ല, ജിമ്മിന് നാളെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട്. തിങ്കളാഴ്ച. ഏ, എനിക്ക് പൈസ വാങ്ങാനായിട്ട് വാങ്ങണോ പൈസ ആയിട്ട് വാങ്ങണോ? എനിക്ക് പൈസ ആയിട്ട് വേണ്ട. അപ്പൊ ജിമ്മിക്കാരെ വേണ്ട, പൈസ മതിയെന്ന് അർത്ഥം. ഒരു 2-3 ലക്ഷം റുപ്യ നാസർക്ക് അങ്ങ് കൊടുക്കും. എന്നിട്ട് ജിമ്മിക്കാർ അങ്ങോട്ട് എടുക്കുകയും ചെയ്യും. അവിടെ നാസർക്കയ്ക്ക് ലാഭം. വീണ്ടും നാസർക്കയെ ഭാഗ്യം തുടച്ചു. നാസർക്കന്റെ ഒരു യോഗം നോക്കണം നിങ്ങൾ. 1ാം സമ്മാനമായിട്ട് കൊടുത്ത് വീടും തിരിച്ചു കിട്ടി. ഇപ്പൊ അത് 2ാം സമ്മാനമായിട്ട് കൊടുത്ത് ജിമ്മിക്കാരും തിരിച്ചു കിട്ടി. എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ. അതിന് വാട്സപ്പിൽ ഒരു മെസ്സേജ് ആയിരുന്നു, നോക്കി ഞങ്ങൾ കണ്ടു തോന്നുന്നു. എനിക്ക് റേഡിയോ തോന്നുന്നു. ഹലോ, ആ, 5 മിനിറ്റ്. എന്റെ ഫോൺ ഓഫാണല്ലോ. ഫോൺ 1% ഉള്ളൂ. ഞാൻ 10 മിനിറ്റ് വിളിച്ചോട്ടെ. ഈ സമയത്ത് ചാർജ് ഒക്കെ താനേ തീരും. ഫോണ് 100% ബാറ്ററി ഉണ്ടെങ്കിൽ കൂടിയും താനേ തീരും. കാരണം പിടിക്കപ്പെടുമ്പോ അങ്ങനെയാണല്ലോ മനുഷ്യന്മാര്. എന്തായാലും ഹൈദർ മധൂർ അവന്റെ ഫോണിലേക്ക് ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അത് മറ്റാരെയും ഫോട്ടോ അല്ല, നമ്മൾ നേരത്തെ കാണിച്ചവന്റെ ഫോട്ടോ ആണ്. എന്നിട്ട് ആ ഫോട്ടോ കണ്ടിട്ട് ജാസിർ ജാസിർ മാനന്തവാടി തിരിച്ചു വിളിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും ഒന്ന് കണ്ടുനോക്കാം. ആ പറഞ്ഞോളൂ. ഞാൻ ഫോൺ ഓഫ് ആയി പോയി. എന്നിട്ട് അയാളറിയാം? എനിക്കറിയാം. ആരാ? ഇതെന്റെ വൈഫിന്റെ ബ്രദർ ആയിരുന്നു. വൈഫിന്റെ ബ്രദർ ആയിരുന്നു? ആ, മീൻസ് നിങ്ങൾ വൈഫിനെ ഒഴിവാക്കിയോ? ആ, ഇപ്പൊ സെപ്പറേറ്റ് ആണ്. 2 കൊല്ലായി. വേറൊന്നുമില്ല. അതെ, അങ്ങനെ പറഞ്ഞാണെങ്കിൽ ആർക്കും സംശയം തോന്നില്ലല്ലോ. ഡിവേഴ്സ് ചെയ്ത വൈഫിന്റെ ബ്രദർ ആണെന്ന് പറയുമ്പോൾ. അപ്പൊ 2ാം സമ്മാനത്തിന്റെ ഉടായ്പും പിടിക്കപ്പെട്ടു. ഇനി ഇതിനേക്കാളൊക്കെ വലിയ ഉടായ്പ നടന്നത് 3ാം സമ്മാനത്തിന്റെ നറുക്കെടുപ്പിലാണ്. 3ാം സമ്മാനമായിട്ട് കൊടുക്കുന്ന എന്താണ്? ബുള്ളറ്റ് ആണ്. അവിടെ ആൾമാറാട്ടം വരെ നടന്നു എന്നുള്ളതാണ്. അത് മുട്ടൻ കോമഡിയാണ്. ആദ്യം ആ നറുക്കെടുപ്പുകളൊന്ന് കണ്ടു. ആരാണ് ബുള്ളറ്റ്? എന്താണ്? മസൂദോ? മസൂദ്. ഈ നമ്പർ കടിച്ചു നോക്കാണി. സ്ഥലമല്ലേ? അതെ, ഞാനെന്നൊക്കെ പേര് അങ്ങോട്ട് വായിച്ചു പോയേക്കോൻ കൈപൊക്കി ഞാനാണെന്നും പറഞ്ഞു. ഈ കേരളക്കാരിൽ മസൂദ് എന്ന് പേരുള്ളവൻ ഇവ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഈ മസൂദിന്റെ സ്ഥലപ്പേരോ ജാതി പേരോ ഒന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് മസൂദ് അങ്ങോട്ട് വായിച്ചിട്ടേ ഉള്ളൂ അല്ലേ. അപ്പോഴേക്കും ആശാൻ ബാക്കിൽ നിന്ന് കൈപൊക്കി. ബാക്കിയുള്ള എല്ലാത്തിനും സ്ഥലപ്പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. സാപ്പി വയനാട്, ജാസിർ ബാംഗ്ലൂർ. പക്ഷെ മസൂദിന് മാത്രം സ്ഥലപ്പേര് കൊടുത്തില്ല. ഇനി ഇവിടെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ കൈ പൊക്കിയവന്റെ പേര് മസൂദ് എന്നല്ല, സുഹൈൽ എന്നാണ്. അത് നിങ്ങൾക്ക് തുടർന്ന് കണ്ടാൽ മനസ്സിലാവും. അല്ല, നമ്പറിലേക്ക് അടിക്കണേ. നമ്പറിലേക്ക് അടിക്കണോ? ലൈവില് ചോദിക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് അടിക്കും. ഗ്യാപ്പ് കൊടുക്കുന്നു. ബുള്ളറ്റ് അടിച്ചാള് ഞാനാവോ? ബുള്ളറ്റ് അടിച്ച ഇറങ്ങാന്നുണ്ടേ. ബാക്കിൽ നിന്ന് ഒരുത്തം പറയുന്നുണ്ട് സുഹൈൽ നിന്ന് മാത്രമല്ല വിളിച്ചവന്റെ ഫോണിൽ നമ്പർ സേവ്ഡ് ആണ്. അതെന്താണ് സേവ് ചെയ്ത് വെച്ചേക്കുന്നത്? സുഹൈൽ 2 എന്നാണ്. ഞാൻ സൈഡിൽ അതിന്റെ സ്ക്രീൻഷോട്ട് കൊടുക്കാം. ചെറുതായിട്ട് പിക്സലേറ്റഡ് ആയി പോയിട്ടുണ്ട്. പക്ഷെ വിളിക്കുന്ന സമയത്ത് ആരോ സൈഡിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് സുഹൈൽ എന്ന്. നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് കേട്ടു നോക്കിയാൽ. ഇറങ്ങാന്നുണ്ടേ. കേട്ടല്ലോ, സൈഡിൽ നിന്ന് പറഞ്ഞു കേട്ടില്ല സുഹൈൽ നിന്ന്. അപ്പൊ നിങ്ങൾ പറയും അവന്റെ യഥാർത്ഥ പേര് ചിലപ്പോൾ സുഹൈൽ മസൂദ് എന്നാണെങ്കിലും ഒന്ന്. അങ്ങനെയാണെങ്കിൽ കൂപ്പണിൽ ഫുൾ നെയിം എഴുതിടണം സുഹൈൽ മസൂദ് എന്ന്. ഇത് മസൂദ് എന്ന് മാത്രം എഴുതിട്ടിട്ട് ലാസ്റ്റ് കോള് വിളിക്കുമ്പോ സുഹൈലിന് അല്ലെ. എന്തായാലും കൊള്ളാം, ആ തട്ടിപ്പും പുറത്തായി. എന്തായാലും സംഘാടകന്റെ സുഹൃത്തിന് തന്നെയാണല്ലോ 3ാം സമ്മാനം അടിച്ചത്. ഇല്ലാന്നെങ്കിൽ ഫോണിൽ സേവ് ചെയ്തിടല്ലോ പേര്. അറിയാത്ത ഒരാളാണെങ്കിൽ എങ്ങനെയാണ് ഫോണിൽ പേര് സേവ് ചെയ്തിട്ടാ? ഒരിക്കലും അങ്ങനെ സാധിക്കില്ല. അതും കൂപ്പൺ അടിച്ച പേരിലല്ലേ പേര് സേവ് ചെയ്തിട്ടേക്കുന്നത്. കൂപ്പണിൽ ഒരു പേര്, ഫോണിൽ സേവ് ചെയ്തത് മറ്റൊരു പേര്. എന്തായാലും കൊള്ളാം. അപ്പൊ നറുക്കെടുപ്പ് മൊത്തത്തിൽ ഉടായ്പാണെന്നുള്ളത് മനസ്സിലായി. ഇതിനൊക്കെ മറുപടി പറയേണ്ടത് കുഞ്ഞാൻ പാടിക്കാട് അടക്കമുള്ള ഇതിന്റെ സംഘാടകരാണ്. കൂടുതലൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.